ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ വീതി എന്ന പ്രോഗ്രാമിന് ശേഷം ഏഞ്ചൽസ് ആർമീദ ഒരു പുതിയ കാഴ്ചയുമായി നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തുന്നു. ഗ്രീൻ റൂം. ഞാൻ ആഷ്ലി. ഞാൻ മരിയ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ദൈവം ഇങ്ങനെ തിരഞ്ഞെടുത്ത് നിയോഗിച്ച ചില ജീവിതങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നു, അവരുടെ മാതാപിതാക്കളെയും. ഒപ്പം സന്യാസ ജീവിതത്തിലെ അനുഭവങ്ങളും ഇവിടെ പങ്കുവെക്കപ്പെടുന്നു. ഗ്രീൻ റൂമിലേക്ക് ഏവർക്കും സ്വാഗതം. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ അവിടുന്ന് മഹത്വപ്പെടുത്തി. ദൈവം തിരഞ്ഞെടുത്ത് സാഹചര്യമൊരുക്കി തന്നാലും അത് തിരിച്ചറിയുക എന്നത് വലിയൊരു കൃപയാണ്. മഹനീയമായ ഈ തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കി മനോഹരമായ വഴികളിലൂടെ ജീവിക്കുന്ന ചില ശ്രേഷ്ഠ വ്യക്തികളെ നമുക്കിന്ന് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് CMC സഭാ സമൂഹത്തിലേക്കാണ്. അവിടുത്തെ സിസ്റ്റേഴ്സിനെയും അവരുടെ അനുഭവങ്ങളും നമുക്ക് കേൾക്കാം. സിസ്റ്റർ, ഞങ്ങൾ ഈ മഠവും ഇവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് കാണുകയായിരുന്നു. ഈ സിസ്റ്ററിനെ തന്നെ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. സിസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്താവോ? തീർച്ചയായിട്ടും പറയാം. എൻ്റെ പേര് സിസ്റ്റർ ജെന്നി മരിയ. ഇത് കോഴിപ്പള്ളി, ഞങ്ങളുടെ കോതമംഗലത്തുള്ള പ്രൊവിൻഷ്യൽ ഹൗസിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. ഇവിടെ 40 പരം സിസ്റ്റേഴ്സുണ്ട്. പിന്നെ പ്രൊവിൻഷ്യൽ ഹൗസ് എന്ന് പറയുമ്പം ഞങ്ങളുടെ അധികാരികൾ, പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ അമ്മയും പിന്നെ കൗൺസിലർ സിസ്റ്റേഴ്സ് എല്ലാവരും ഈ മഠത്തിലാണ്. ഒരു 40 പരം സിസ്റ്റേഴ്സ് ഈ മഠത്തിലുണ്ട്. പിന്നെ പഠിക്കുന്ന സിസ്റ്റേഴ്സ് എല്ലാം ഈ മഠത്തിൽ നിന്നാണ് വിവിധ സ്ഥലങ്ങളിൽ പോയി പഠിക്കുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഹാർട്ടി വെൽക്കം. സിസ്റ്റർ, ഈ CMC കോൺഗ്രിഗേഷനെ പറ്റിയും അതിൻ്റെ ക്യാരക്ടർ എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? 1866 ഫെബ്രുവരി 13-ാം തീയതി വിശുദ്ധ ചാവറ പിതാവും മന്നിനായ ലിയോപോൾഡ് മൂപ്പച്ചനും കൂടി കൂനമ്മാവിൽ ഒരു പനമ്പ് മഠത്തിലാണ് ഞങ്ങളുടെ മഠത്തിൻ്റെ സ്ഥാപനം. അങ്ങനെയാണ്. വിശുദ്ധ ചാവറ പിതാവിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിശുദ്ധ യുപ്രാസ്യാമ ഞങ്ങളുടെ CMC ജീവിച്ച ഒരു വിശുദ്ധയാണ്. പിന്നെ ഞങ്ങളുടെ ആദ്യ ജനറാളമ്മയായിരുന്ന സെലിനാമ്മ ഇപ്പം വിശുദ്ധയുടെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കർമ്മലീത്ത പാരമ്പര്യം ഉള്ള ഒരു മഠമാണ് ഞങ്ങളുടേത്. വിശുദ്ധ അമ്മത്രേസ്യ, വിശുദ്ധ കൊച്ചുത്രേസ്യ തുടങ്ങി ഒട്ടനവധി വിശുദ്ധർ, വിശുദ്ധ ഏഡിസ്റ്റെയിൻ, യോഹന്നാൻ ക്രൂസ്, ഇതൊക്കെ നമ്മുടെ കർമ്മലീത്ത മഠത്തിലാണ്, കർമ്മല സഭയിലാണ് ജീവിച്ചിരുന്നത്. ഈ സഭയുടെ കാരസം എന്ന് പറയുന്നത് ആത്മരക്ഷയും ആത്മാക്കളുടെ രക്ഷയുമാണ് CMCയുടെ കാരസം. CMCയുടെ സ്ഥാപക പിതാക്കന്മാർ അതിനെക്കുറിച്ച് എഴുതിയത് ഇപ്രകാരമാണ്: മലയാളത്തിലെ പെൺപൈതങ്ങൾക്കൊരു പുണ്യസങ്കേതവും വേദകാര്യങ്ങൾ പഠിക്കുന്നതിനും ആത്മകാര്യങ്ങൾ വെടിപ്പായി നടക്കുന്നതിനൊരു കന്യാസ്ത്രീ മഠവും എന്നാണ് അവരെഴുതിയത്. അപ്പം അതായത് സഭയുടെ ആരംഭം മുതൽ ഇപ്പോൾ വരെ നമ്മുടെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ സമുദാരണമായിരുന്നു. വിശുദ്ധ ചാവറ പിതാവ് ജീവിച്ചിരുന്ന കാലഘട്ടം 19-ാം നൂറ്റാണ്ടാണ്. ആ സമയത്ത് നമുക്കറിയാം സഭയും സമൂഹവും ഒക്കെ ഇരുളിൽ അമർന്നു കിടന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ സമൂഹത്തെ സഭയൊക്കെ സമുദ്ധരിക്കാൻ ചാവറേച്ചൻ കണ്ട സ്വപ്നങ്ങളിലൊന്ന് സ്ത്രീ സമുദാരണമാണ്. അതിനുവേണ്ടി അദ്ദേഹം സന്യാസിനി സമൂഹം സ്ഥാപിച്ചു. അതുമാത്രമല്ല, മച്ചിയായ കേരള സഭയ്ക്ക് വിശുദ്ധരെ പ്രദാനം ചെയ്യുക എന്ന ഒരു വലിയ ലക്ഷ്യം കൂടി ചാവറ പിതാവിനുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും നമ്മുടെ സഭയിലൂടെ പൂർത്തിയായി, സഫലമായും നമുക്ക് പറയാൻ പറ്റും. പിന്നെ പ്രണിധാനത്തിലൂടെ നീ എന്നോട് ചേർന്നിരിക്കുക, കർമ്മത്തിലൂടെ നീ എനിക്ക് അർപ്പിതയാവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദർശ സൂക്തം. അത് കട്ടിയായിട്ട് തോന്നുമെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു CMC കന്യകയുടെ, ഒരു CMC സിസ്റ്ററിൻ്റെ കാമ്പും കാതലും എന്തായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ എംബ്ലത്തിൻ്റെ അകത്ത് അത് മുദ്രണം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ മാലയിൽ. അപ്പം അതിൻ്റെ അകത്തൊരു മല കാണും. ആ മലയ്ക്കകത്തുനിന്നൊരു മലയിൽ നിന്നൊരു ചെറിയൊരു നദി ഉറവ പൊട്ടി ഒഴുകുന്നു. അത് അവസാനം ഒരു കടലിൽ ചേരുന്നു. അപ്പം മല എപ്പോഴും ഒരു പ്രാർത്ഥനയുടെ ഒരു പ്രതീകമാണ്. അപ്പം നമ്മൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചേർന്നിരിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം നമ്മൾ സമൂഹത്തിന് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ 10-ാം അധ്യായത്തിൽ ലാസറിൻ്റെ സഹോദരിമാരായ മർത്തയും മേരിയും കാണാറുണ്ട്. അപ്പം മർത്ത ആക്റ്റീവ് ലൈഫും
മേരി എന്ന് പറയുന്നത് ഒരു കോണ്ടംപ്ലേറ്റീവ് ലൈഫുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിശുദ്ധ അമ്മ ത്രേസ്യയിലും വിശുദ്ധ ചാവറപിതാവിലൊക്കെ ഈ രണ്ട് ദ്വന്ദ്ഭാവങ്ങളും പൂർണ്ണതയിൽ ഉണ്ടായിരുന്നു. അപ്പം നമ്മളും അതനുസരിച്ച് ജീവിക്കണം. ഇപ്പം സഭ സ്ഥാപിച്ച് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു, ഒരു വൻ വൃക്ഷമായിട്ട് CMC മാറി. ഇപ്പം ലോകത്തെല്ലായിടത്തും തന്നെ നമ്മുടെ മഠങ്ങളും സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. 25 പ്രോവിൻസുകളും 4 റീജിയനുകളുമുള്ള ഒരു സഭയാണ് ഞങ്ങളുടേത്. ലോകത്ത് ഒട്ടുമിക്ക കോണ്ടിനെൻസിലും ഞങ്ങൾക്ക് സഭയിൽ ശാഖാഭവനങ്ങളുണ്ട്. ഞങ്ങളുടെ സമൂഹത്തിന് വിവിധങ്ങളായ പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും ഞാൻ പറഞ്ഞ പോലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും രക്ഷാകര സമുദ്ധാരണമാണ് നമ്മുടെ ഒരു മെയിൻ ഫോക്കസ് ആയിട്ട് നിൽക്കുന്നത്. ആതുര ശുശ്രൂഷയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, മിഷൻ പ്രവർത്തനങ്ങളുണ്ട്, സുവിശേഷ പ്രഘോഷണമുണ്ട്, പിന്നെ നമ്മൾ സോഷ്യൽ വർക്കുണ്ട്. പുതിയ മേഖലകളിലേക്ക് CMC ചുവട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടൊക്കെ കാര്യങ്ങൾ, പിന്നെ സുവിശേഷ പദയാത്ര, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കാലത്തിനനുസരിച്ച് മീഡിയ മിനിസ്ട്രി ഉണ്ട്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് CMC വിഷൻ ഉണ്ട്. ഓരോ പ്രോവിൻസിനും യൂട്യൂബ് ചാനൽസും അതിനകത്ത് ക്രിയേറ്റീവായിട്ടുള്ള പ്രോഗ്രാംസ് ഇടാനും നമ്മൾ നോക്കാറുണ്ട്. അപ്പം ഏതൊരു കാര്യം ചെയ്താലും നമ്മൾ അതിലൂടെ ആത്മരക്ഷയും ആത്മാക്കളുടെ രക്ഷയുമാണ് നമ്മൾ ഉദ്ദേശിക്കുക. മാത്രവുമല്ല സ്ത്രീ സമുദ്ധാരണവും കുട്ടികളുടെയും സ്ത്രീകളുടെയും വിശ്വാസ രൂപീകരണവും നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. മീനു സിസ്റ്ററിനെ അമ്മച്ചിയെയും അച്ചച്ചനെയും വീട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഇതെൻ്റെ അച്ചച്ച, പേര് ബേബി മാനുവൽ. അച്ഛൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു ജോലി, ഇപ്പം റിട്ടയർഡായി. ഇതെൻ്റെ അമ്മച്ചി ലൂസി. അമ്മച്ചി ഹൗസ് വൈഫാണ്. ഞങ്ങൾ 3 മക്കളാണ്. എനിക്കൊരു ചേട്ടായിയും അനിയത്തിയുണ്ട്. ചേട്ടായിയുടെ പേര് മനു. ചേട്ടായി സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് മോറ്റർ വർക്ക് ചെയ്യാണ്. അനിയത്തിയുടെ പേര് ടീനു. അവൾ കോതമംഗൽ MA കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ വീട് ആവോലി എന്നൊരു ഗ്രാമപ്രദേശത്താണ്. പഠിച്ചതെല്ലാം ആനിക്കാടാണ് ഇടവകയും. ആനിക്കാട് സെയിൻറ്റ് ആൻ്റണീസ് LP സ്കൂളിലാണ് ഞാൻ 1 തൊട്ട് 4 വരെ പഠിച്ചത്. 5 തൊട്ട് 10 വരെ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലും പഠിച്ചു. അതിനുശേഷം ഞാൻ +2 കാലഘട്ടത്തിൽ ഞാൻ മോറ്റൂർ സെൻറ്റ് എസ്റ്റർ സ്കൂളിലാണ് പഠിച്ചത്. അതെല്ലാം ഒരു പ്രത്യേക ടേണിംഗ് പോയിൻറ്റ്സ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞാൻ 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് കയറിയപ്പോഴായിരുന്നു എൻ്റെ ആദ്യ കുർബാന സ്വീകരണം. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഈശോയെ സ്വീകരിച്ചതും ഒരു പ്രത്യേക അനുഭവത്തോടെയാണ് ഞാൻ അന്നൊക്കെ സ്വീകരിച്ചത്. അമ്മച്ചി എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നിൻ്റെ കുഞ്ഞിക്കല്യാണമാണ് ഇതെന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മച്ചിയും ദൈവവിശ്വാസത്തിൽ തന്നെയാണ് വളർത്തിയത്. രാവിലെയും വൈകുന്നേരമൊക്കെ പ്രാർത്ഥനയുണ്ടായിരുന്നു. രാവിലത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾ കൂടിയിരുന്നില്ലെങ്കിലും അച്ഛനും അമ്മച്ചിയും പ്രാർത്ഥിക്കണം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വൈകുന്നേരത്തെ പ്രാർത്ഥന ഒരു നിഷ്ഠയുള്ളത് തന്നെയായിരുന്നു. അത് കൂടണമെന്ന് അച്ഛയ്ക്ക് നല്ല നിർബന്ധമായിരുന്നു. പിന്നെ ഞങ്ങൾ പരീക്ഷാ ദിവസങ്ങളിലും നോമ്പിൻ്റെ ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോയിരുന്നു. അങ്ങനെ പള്ളിയായിട്ട് അടുത്ത ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്നത്. പിന്നെ അമ്മച്ചിയാണെങ്കിലും വാർഡ് പ്രാർത്ഥനയ്ക്കും കുരിശിൻ്റെ വഴി പ്രാർത്ഥനയ്ക്കൊക്കെ കൊണ്ടുപോകുന്നതിൽ ഒത്തിരി ആക്റ്റീവായിരുന്നു. അമ്മച്ചിക്ക് ഇങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകണം, എല്ലാ പ്രാർത്ഥനയ്ക്കും കൂടണം, അങ്ങനെയൊക്കെയുള്ളൊരു ആഗ്രഹത്തോടൊക്കെ ആയിരുന്നു. അങ്ങനെ വളരെ കഠിനാധ്വാനികളായ എൻ്റെ അച്ചച്ചി അമ്മച്ചി ആണ് എന്നെ വളർത്തിയത്. നല്ല ദൈവവിശ്വാസത്തിൽ തന്നെ ദൈവഭയത്തിൽ ആഴപ്പെട്ട് വളരാൻ പാകത്തിനാണ് ഇവരെന്നെ വളർത്തിയത്. സിസ്റ്ററിൻ്റെ സ്കൂൾ ലൈഫൊക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു കാലഘട്ടം തന്നെയായിരുന്നു ദൈവവിളി തിരിച്ചറിയാനായിട്ട് ഒത്തിരി സഹായിച്ചത്? ഞാൻ 1 മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ SAB സിസ്റ്റേഴ്സ് പഠിപ്പിച്ച ഒരു സ്കൂളിലായിരുന്നു പഠിച്ചത്. അതിനുശേഷമാണ് ഞാൻ +2 വേണ്ടിയിട്ട് മോറ്റൂർ സെൻറ്റേഴ്സിലേക്ക് പോയത്. അതെല്ലാം ഒരു പ്രത്യേക ദൈവപരിപാലനയാലാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ വെച്ച് സിസ്റ്റേഴ്സ് എന്നോട് ചോദിച്ചു, ഒരു വൊക്കേഷൻ ക്യാമ്പിന് വരാനായിട്ട് താല്പര്യമുണ്ടോയെന്നൊക്കെ ചോദിച്ചു. എൻ്റെ ഉള്ളിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും കൂട്ടുകാരുടെ കൂടെ ഞാനൊരു രസത്തിന് വേണ്ടി പോയി. പക്ഷേ അതിന് വലിയ താല്പര്യം തോന്നിയില്ല. പിന്നെ തിരിച്ചു വന്നു വീട്ടിലേക്ക്. അതിനുശേഷം ഈ ആനിക്കാട് സ്കൂളിലാണ് ഞാൻ 10 വരെ പഠിച്ചെന്ന് പറഞ്ഞല്ലോ. +2 അവിടെ അൺഎയ്ഡ് സ്കൂളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരി ഏണറ്റ് ജോസഫ് എന്നാണ് അവരുടെ പേര്, അവൾ എന്നോട് പറഞ്ഞു, നമുക്ക് മോറ്റൂർ പോയി പഠിക്കാം, മോറ്റൂർ സെൻറ്റേഴ്സിന് സ്കൂളുണ്ട്, അവിടെ പോയി പഠിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ മോറ്റൂർ സെൻറ്റേഴ്സിന് സ്കൂളിലാണ് +2 പഠിച്ചത്. ഈ +1 കാലഘട്ടത്തിൽ ഒരു ധ്യാനം അവിടെ നടന്നു. ധ്യാനം നടന്നപ്പോൾ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തിയെ ഞങ്ങളോട് ചോദിച്ചു, എന്നും എക്സ്ട്രാ കൊന്ത ചെല്ലാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുറേ പേര് കൈ പൊക്കുന്നത് കണ്ടു. ഞാൻ കൈ പൊക്കിയില്ല, കാരണം ഞാൻ ചൊല്ലാറില്ല, അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നില്ല. അമ്മച്ചി എക്സ്ട്രാ കൊന്തകൾ കുറേ ചൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്നിട്ട് ഞാൻ ചൊല്ലിയിരുന്നില്ല. അപ്പം എൻ്റെ ഉള്ളിലൊരു ചോദ്യം വന്നു,
അവർക്കൊക്കെ ചെല്ലാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ചെല്ലിക്കൂടാ. അപ്പോൾ ഒരു കൊന്ത ചെല്ലാനുള്ള ഒരു ആഗ്രഹം, പരിശുദ്ധ അമ്മയോട്ടുള്ളൊരു ആ ഒരു ഭക്തിയൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ 20 മിനിറ്റോളം നടന്ന് ആണ് ബസ്സിൽ കയറിയാണ് മൊറ്റഴിക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആ നടക്കുന്ന സമയത്ത് ആരും കൂടെ ഉണ്ടാവില്ലേ എന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മിണ്ടേണ്ടി വരും. അങ്ങനെ ആ സമയം പാഴായി പോകില്ലോ എന്ന് വിചാരിച്ച് ആരും കൂടെ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ആ സമയത്ത് ഞാൻ കൊന്ത ചൊല്ലാനും ഈശോയോടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാനൊക്കെ എനിക്ക് സാധിച്ചു. പിന്നെ ഞാൻ ഡയറി എഴുതാൻ തുടങ്ങി. ഈശോയോട് സംസാരിച്ചുകൊണ്ട് ഞാൻ ഡയറി എഴുത്തു തുടങ്ങി. ആ ക്രൂശിതനായ ഈശോയുടെ മുഖം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ആ ഈശോയോട് ഒത്തിരി സ്നേഹമൊക്കെ തോന്നി. പിന്നെ എൻ്റെ ഒരു ഉള്ളിൽ വചനം ഉണ്ടായിരുന്നു. ഗത്സമനിയിലെ ഈശോയുടെ എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ ഈശോയുടെ ആ വചനം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഈശോയുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് എനിക്ക് ജീവിക്കണം. പിന്നെ ഒരു സാധാരണ എല്ലാവരും ജീവിക്കുന്ന പോലെയല്ല, ഒരു വെറൈറ്റി ലൈഫ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ എനിക്ക് ജീവിക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ +2 കാലഘട്ടത്തിൽ സിസ്റ്റർ സജീവ എന്നെ ഫിസിക്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സിസ്റ്ററാണ്. സിസ്റ്റർ എന്നോട് ചോദിച്ചു, സിസ്റ്റർ തനിയെ വിളിച്ചു. സിസ്റ്റർ ചോദിച്ചു എന്താണ് ആഗ്രഹം, എന്ത് അംബീഷനാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഒരു ടീച്ചറാകാനാണ് ആഗ്രഹം. അതായത് ടീച്ചറാകാൻ ഞാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് എൻ്റെ അറിവ് എനിക്ക് എന്താണോ ഉള്ളത് അത് പകർന്നു കൊടുക്കണം, എന്നെ തന്നെ കൊടുക്കുക എന്നുള്ളൊരു ആ ഒരു ഇതിലാണ് ഞാൻ ടീച്ചറാകണമെന്ന് ആഗ്രഹിച്ചത്. അങ്ങനെ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് ടീച്ചറാകാനാണ് ആഗ്രഹം. അപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു മടത്തി പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു യെസും പറഞ്ഞില്ല നോയും പറഞ്ഞില്ല. സിസ്റ്റർ എന്നിട്ടൊരു പ്രാർത്ഥന ചൊല്ലാനായിട്ട് എന്നും പറഞ്ഞു. എന്നും കിടക്കുന്നതിന് മുമ്പ് 3 നന്മ നിറഞ്ഞ മറിയമേ ദൈവവിളി എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതെന്നും ചൊല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ആ ദൈവവിളി എന്താണെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 നന്മ നിറഞ്ഞ മറിയമേ എന്നും കൃത്യമായിട്ട് ചൊല്ലുമായിരുന്നു. അങ്ങനെ ഇരിക്കെ സിസ്റ്റർ ഒരു +2 ഡിസംബർ മാസത്തിൽ സിസ്റ്റർ എന്നോട് ചോദിച്ചു വെക്കേഷൻ ടൈമിൽ ഒരു വൊക്കേഷൻ ക്യാമ്പുണ്ട്, അതിന് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എസ് പറഞ്ഞു. ഞാൻ ക്യാമ്പിനായിട്ട് കോഴിപ്പള്ളി CMC പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് കടന്നു വന്നു. ആ ദിവസങ്ങളിലെല്ലാം എൻ്റെ ഉള്ളിലൊരു ആനന്ദവും സന്തോഷമായിരുന്നു. എനിക്കൊരു നെഗറ്റീവ് ഫീലിംഗ് അങ്ങനെയൊന്നും തോന്നിയില്ല. ഉള്ളിലെപ്പോഴും സന്തോഷമായിരുന്നു. അപ്പോൾ ആ +2 കാലഘട്ടത്തിലെ ആ ഡിസംബർ മാസത്തിലെ ക്യാമ്പ് ഞാൻ അവസാനിപ്പിച്ചു. അതിനുശേഷം പബ്ലിക് എക്സാമൊക്കെയാണല്ലോ കടന്നു വരുന്നത്. പബ്ലിക് എക്സാമൊക്കെ നന്നായിട്ട് എഴുതി. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ അടുത്ത ക്യാമ്പിന് വേണ്ടിയിട്ട് സിസ്റ്റർ താല്പര്യം ചോദിച്ചു എന്നോട്. ഞാൻ എസ് പറഞ്ഞു. കാരണം ഡിസംബർ മാസത്തിലെ ക്യാമ്പിൻ്റെ ആ സന്തോഷമൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് അതിനും പോകണം, ക്യാമ്പിന് പോകണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ തോന്നി. ഈ സമയത്തെല്ലാം ആ ധ്യാനത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ ഞാൻ കൊന്ത ചൊല്ലുന്നുണ്ട്, 3 നന്മ നിറഞ്ഞ പറയുകയും ചൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഈശോയോടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് എനിക്കുണ്ടായിരുന്നു. ഈശോയോട് എപ്പോഴും ഞാൻ സംസാരിക്കുമായിരുന്നു, തനിയായിരിക്കാൻ. എപ്പോഴും വെറുതെ വർത്തമാനം പറഞ്ഞ് സമയം കളയാതെ ഈശോയോടുകൂടി എപ്പോഴും ആയിരിക്കാനൊക്കെ ആയിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി ഞാൻ എപ്പോഴും സംസാരിക്കുകയായിരുന്നു ഈശോയോട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അടുത്ത ക്യാമ്പിന് ഞാൻ വന്നു. ആ ക്യാമ്പും എനിക്ക് വളരെ സന്തോഷപ്രദമായിരുന്നു. എൻ്റെ ഉള്ളിൽ സന്തോഷവും ഒരു ആനന്ദവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാനത് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം കമാൻസി പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കഴിഞ്ഞപ്പോൾ ഒരു ക്യാമ്പിന് പോയിരുന്നു. SAB സിസ്റ്റേഴ്സിൻ്റെ അവിടെ ഞാനൊരു വൊക്കേഷൻ ക്യാമ്പിന് പോയിരുന്നു. അതൊരു 3 ദിവസത്തെ ക്യാമ്പായിരുന്നു. പക്ഷേ 2ാമത്തെ ദിവസമായപ്പോഴത്തേക്കും എനിക്ക് ഒരു താല്പര്യക്കുറവും ഉള്ളിൽ അസ്വസ്ഥതയൊക്കെ തോന്നിയായിരുന്നു. അപ്പോൾ ഈ ക്യാമ്പിന് പോയപ്പോൾ ഞാൻ ചിന്തിച്ചു, ആ 10 കഴിഞ്ഞ് പോയ ക്യാമ്പിൽ എനിക്ക് അസ്വസ്ഥതയൊക്കെ തോന്നി. പക്ഷേ ഇവിടുത്തെ ക്യാമ്പിന് എനിക്ക് ഉള്ളിൽ എപ്പോഴും സന്തോഷമാണ്. ഈശോയോടുള്ളൊരു എപ്പോഴും ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഉള്ളിൽ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈശോയുടെ വിളി ഇതായിരിക്കണം എന്നൊക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഉൾപ്രചോദനങ്ങൾ വരികയാണ്. അപ്പോൾ ആ കമ്പയറിങ് ഞാൻ നടത്തിയപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ക്യാമ്പുകളിൽ എനിക്ക് നന്നായിട്ട് പങ്കുചേരാനും സിസ്റ്റേഴ്സിനോടൊക്കെ ആണെങ്കിലും ഒരു നല്ല സന്തോഷത്തോട് വർത്തമാനം പറയാനും അവരുടെ ആ സന്തോഷവും ആ ഒരു പ്രസന്നഭാവമൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒത്തിരി സന്തോഷം തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ദൈവവിളി തിരഞ്ഞെടുക്കാനായിട്ടും മെയിനായിട്ടും കാരണമായത്. അങ്ങനെ ഞാൻ CMC കോൺഗ്രിഗേഷനിൽ ചേർന്നു. ഇപ്പോഴും സന്തോഷത്തോടെ കഴിയുന്നു. ഞാൻ 7 വർഷമായി ഉടുപ്പിട്ടിട്ട്. ഞാൻ മഠത്തിൽ വന്നിട്ട് 12 വർഷമായി. ഫോർമേഷൻ 5 വർഷം കാലത്തെ ഉണ്ടായിരുന്നു. 5 വർഷക്കാലത്തെ ഫോർമേഷൻ കഴിഞ്ഞ് ആദ്യവ്രത വാഗ്ദാനം ചെയ്തു. 2016 മെയ് 3-നായിരുന്നു എൻ്റെ ആദ്യവ്രതം. അതിനുശേഷം 7 വർഷമായി ഞാൻ സന്തോഷത്തോടു കൂടി ഇപ്പോഴും ഈശോയോടൊപ്പം ഈ കോൺഗ്രിഗേഷനിൽ കഴിയുന്നു. സിസ്റ്റർ സജീവ സിസ്റ്ററുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ ദൈവവിളി ഉറപ്പിക്കുന്നതിൽ വേറെ ആരെങ്കിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട് ആഷ്ലി. ഞാൻ +1 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു വീട് വെഞ്ചിരിപ്പുണ്ടായിരുന്നു. അതിനായിട്ട് ഫാദർ മാത്യു മുണ്ടയ്ക്കൽ, ഈശോച്ചൻ എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുന്നത്, രൂപതയിലെ ഒരു അച്ഛനായിരുന്നു.
അച്ഛൻ ഇപ്പം മരിച്ചുപോയി. അച്ഛൻ ഒരു നല്ല വിശുദ്ധിയുള്ള അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ വന്നു. അപ്പോൾ അച്ഛനെ ആയിട്ട് എൻ്റെ അച്ചച്ച എന്നെയും കൂട്ടി അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ അച്ഛനോട് മിണ്ടിയപ്പോൾ അച്ഛൻ എന്നോട് പേര് ചോദിച്ചു. ഞാൻ മീനു എന്ന് പറഞ്ഞു. അതല്ല, നിൻ്റെ മാമോദിസ പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എലിസബത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ എലിസബത്ത് എന്ന പേരിൻ്റെ അർത്ഥവും അതാരാന്നൊക്കെ എന്നോട് പറഞ്ഞു. എലിസബത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയമാണെന്നും ഈ പരിശുദ്ധ അമ്മയുടെ ഇളയമ്മയാണ് എലിസബത്ത് എന്നൊക്കെ എന്നോട് പറഞ്ഞു എന്ന്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, മടത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചാടി പറഞ്ഞു എനിക്ക് ആഗ്രഹമില്ല അച്ഛാ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ പോരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ മഠത്തിൽ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അതും ദൈവപരിപാലനയാൽ ഈശോ അച്ഛനെ തന്നെ അവിടെ കൊണ്ടുവരികയും എന്നോട് അങ്ങനെ ചോദിക്കാനും. അപ്പം ഞാൻ പിന്നീട് ഉള്ളിൽ വിചാരിക്കുന്നുണ്ട്, അച്ഛൻ എന്തുകൊണ്ടാണ് എന്നോട് അങ്ങനെ ചോദിച്ചത്? എല്ലാവരോടും ഇപ്പോൾ അതുപോലെ ചോദിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അച്ഛൻ എന്നോട് മഠത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ, ഒരു കന്യാസ്ത്രീ ആകാൻ ആഗ്രഹമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടല്ലോ. അതും വേറെ സാധാരണ ആളുകളെ പോലെയുള്ള ഒരാളൊന്നും അല്ല ചോദിച്ചത്, ഈശോ അച്ഛൻ തന്നെയാണ് എന്നോട് ചോദിച്ചത്. അച്ചാച്ചൻ്റെ 3 മക്കളെയും വിശ്വാസ ജീവിതത്തിൽ എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വന്നതെന്ന് ഒന്ന് പറയാമോ? വിശ്വാസത്തിൽ അവരെ കുട്ടികളെ എല്ലാവരെയും വിശ്വാസത്തിൽ വളർത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കാറുണ്ട്. ഞാനും അതേമാതിരി രാവിലെ വൈകുന്നേരവും പ്രാർത്ഥിക്കാറുണ്ട്, ഞാനും ഭാര്യയായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ പള്ളിയിൽ പോകുവാനും അവന് കൊണ്ടുവന്നാക്കാനും എൻ്റെ കൂടെ വരുവാനുള്ള ഉത്സാഹവും അവരും കാണിച്ചു. എല്ലാ കാര്യങ്ങളിലും സൺഡേ സ്കൂളിൽ കാറ്റഗീസിനാണെങ്കിലും അവരെ നിത്യമായി പറഞ്ഞു വിട്ടു. അവർ മുടക്കം കൂടാതെ എല്ലാ ദിവസവും ഹാജരായി അതിനുള്ള സമ്മാനങ്ങളും അവർ വാങ്ങിച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ കുടുംബത്തിൽ നിന്നൊരു ദൈവവിളി ഉണ്ടാവണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നോ? മീനി സിസ്റ്റർ ഇങ്ങനെ മടത്തി പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മച്ചിയുടെ പ്രതികരണം എന്തായിരുന്നു? ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ചേച്ചിമാർ 2 പേര് സിസ്റ്റർമാരുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രാർത്ഥനയും അരുവിയിൽ നിറഞ്ഞൊരു വീടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിള്ളേരുണ്ടായ സമയത്തൊക്കെ അച്ഛനോട് പറയുമായിരുന്നു, നമ്മുടെ ഒരു ഒച്ച ദൈവത്തിന് കൊടുത്തെങ്കിൽ നല്ലതായിരുന്നു, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നിരന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. പക്ഷേ ഇവള് പോവാമെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങി ഇവൾക്ക് വേണ്ടിയിട്ട് കൊന്തയിൽ ഒരു രഹസ്യം ഇന്ന് വരെ ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് താല്പര്യമുണ്ടെന്നുള്ളത് +2 തീരാറായപ്പോഴാണ് ഞങ്ങളോട് പറയണത്. അങ്ങനെ അപ്പോൾ ഇങ്ങനെ പോവാമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എന്നാൽ എൻ്റെ ചേച്ചിമാർ മടത്തിൽ കൂടെ പൊക്കോ വെച്ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ഞാൻ പോകുന്നത്, ഞാൻ സിംസി മാത്രമേ പോകുള്ളൂ, ഒറ്റ വാക്ക പറഞ്ഞുള്ളൂ. പിന്നെ വേറെ ഒരു മഠം അന്വേഷിക്കാൻ പോയില്ല. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സിംസി ചേർന്നു, സന്തോഷമായിട്ടിരിക്കണം. അതുകൊണ്ട് അവക്കടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. അപ്പോൾ എല്ലാവരും ഇവളോട് സംസാരിക്കുന്ന എല്ലാവരും പറയും മീനും എപ്പോഴും നല്ല സന്തോഷവതിയായിട്ടിരിക്കണേ, അങ്ങനെ ഇരിക്കണം പിള്ളേർ എന്നാൽ എല്ലാവരും ഇവളോട് സംസാരിക്കുന്നവരെല്ലാവരും ചേച്ചിമാരാണെങ്കിലും അയൽക്കാരാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നോട്, മീനും നല്ല സന്തോഷമായിട്ടായിട്ടിരിക്കണേ, അങ്ങനെ വേണം പിള്ളേർ എന്നൊക്കെ പറയാം. അതുകൊണ്ട് ഞങ്ങൾക്കും വളരെ സന്തോഷമാണ്. അങ്ങനെ പിന്നെ രാവിലെ എന്നും പറ്റുമ്പോഴൊക്കെ പള്ളിയിൽ കൊണ്ടുപോകുമായിരുന്നു അച്ഛ ചെറുപ്പത്തിലെ പിള്ളേരെ. അങ്ങനെ നൊയമ്പ് എടുപ്പിക്കും. ഞങ്ങളിപ്പോൾ ഇപ്പോഴാണെങ്കിലും നൊയമ്പ് എടുക്കാൻ എല്ലാ 3 പിള്ളേരും എടുത്തോളൂ, അതിന് കുഴപ്പമില്ല. അപ്പോൾ ചെറുപ്പം മുതൽ അങ്ങനെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോഴും പിള്ളേർക്ക് അത് നൊയമ്പ് എടുക്കാനും പള്ളിയിൽ പോകാനും ആഗ്രഹമുണ്ട്. ഒത്തിരി അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുമ്പോൾ എണ്ണാൻ പറ്റാത്ത വിധത്തിലുള്ള അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതിന് എന്നും നന്ദി പറയും ഞാൻ. എന്നും ഞങ്ങൾ വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലും നല്ലോണം സ്തുതിക്കും. കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞ് സ്തുതിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കുടുംബം ഒരു സന്തോഷമായൊരു കുടുംബമാണ്. ഞാൻ 1 മുതൽ 10ാം ക്ലാസ് വരെ വാഴക്കം CMC സ്കൂളിലാണ് പഠിച്ചത്. സിസ്റ്റർമാരെന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു 10ാം ക്ലാസ് കഴിഞ്ഞപ്പം. അപ്പോൾ ആ സിസ്റ്റർമാർക്കൊക്കെ എന്നെയും വലിയ കാര്യമായിരുന്നു, പോകണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ 10 കഴിഞ്ഞപ്പോൾ പോകാനൊക്കെ ഞാൻ ഉദ്ദേശിച്ചിരുന്നതാണ്. അപ്പോൾ എൻ്റെ ചേച്ചിമാർ പറഞ്ഞു +2 കഴിഞ്ഞിട്ട് പോയാൽ മതി വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആ +2 കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സ്വഭാവമൊക്കെ മാറി, അങ്ങനെ പിന്നെ ഒരു താല്പര്യം ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൊച്ചിനെ അവിടെ തന്നെ വിടാൻ പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഖുർആൻ കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം പിന്നെ സ്കൂളിൽ നല്ലോണം പഠിക്കുന്ന ഒരു കൊച്ചായിരുന്നു. അപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമസ്കാരങ്ങളാണെങ്കിലും എല്ലാം കൃത്യമായിട്ട് ചെല്ലും, ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം അതൊക്കെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ ജീവിച്ചൊരു കൊച്ചാണ്. അത് ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഉള്ളിലിങ്ങനെ കിടക്കുന്നുണ്ടല്ലോ,
ഇങ്ങനെ ഒരു ആഗ്രഹം കിടക്കുന്നുണ്ട്. അപ്പോൾ ആവോ ഇല്ലെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞില്ല, അതിന് നിർബന്ധിച്ചിട്ടുമില്ല ഞങ്ങൾ ഒരിക്കലും. നിനക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം എന്നുള്ള വർക്ക് ഞാൻ അന്നും പറഞ്ഞു. ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ ആദ്യമേ പോകണമെന്ന് ഞാൻ ചോദിച്ചു. പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിനക്ക് ഇഷ്ടമാണെങ്കിൽ താല്പര്യത്തോടുകൂടി പൊക്കോളണം, പിന്നെ ഇടയ്ക്ക് വെച്ച് തിരികെ എന്നുള്ളൊരു സംഭവം ആകരുത്, തുടർച്ചയായിട്ട് ദൈവത്തിൻ്റെ മണവാട്ടി തന്നെയായിട്ട് സ്വീകരിക്കണം, നിൽക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു, ഇവിടെ പറഞ്ഞിട്ടുമുണ്ട്. ഞങ്ങൾ ഒന്ന് ഉയർച്ചയല്ലാതെ താഴ്ച ഉണ്ടായിട്ടില്ല. നല്ല സന്തോഷത്തോടുകൂടി, അതാണല്ലോ നമുക്ക് ഏറ്റവും അത്യാവശ്യം. സ്നേഹത്തോടും ഞങ്ങളാണെങ്കിലും അപ്പനും അമ്മയാണെങ്കിലും നല്ല സ്നേഹത്തോടു കൂടി ജീവിക്കുന്നു. അത് കണ്ട് വളർന്ന മക്കളാണത്. ഇപ്പോഴും അങ്ങനെ തന്നെ ഞങ്ങൾ പോകുന്നത്. എല്ലാവരും പറയും അയ്യോ എനിക്കൊരു കൊച്ചേ ഉള്ളൂ, വിട്ടാൽ എന്നാ ചെയ്യണേന്നൊക്കെ. പക്ഷേ ആരും വിഷമിക്കേണ്ട കാര്യങ്ങളില്ല, അതൊക്കെ ഈശോ നോക്കിക്കോളും. അതുകൊണ്ട് ആകുന്നതും പേരൻസ് പിള്ളേരെ ദൈവവിളിയിലേക്ക്, അതായത് മടത്തി ചേരാനോ അച്ഛനാകാനോ അങ്ങനെയുള്ള രീതിക്ക് വിടാൻ ഉത്സാഹിക്കുക. അതിന് കുടുംബത്തിന് യാതൊരു നഷ്ടമില്ല, ലാഭമല്ലാതെ. സിസ്റ്ററിനെയും അച്ചാച്ചനെയും അമ്മച്ചീനെയും ഒക്കെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. ഞങ്ങളുമായിട്ട് ഇത്രയും സമയം നിങ്ങൾ മാറ്റി വെച്ചതിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് സിസ്റ്റർ ഫിൽസി. സിസ്റ്റർ ഒരു മിഷണറിയാണ്. സിസ്റ്റർ കുറേ കാലം നോർത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒത്തിരി വർഷങ്ങളോളം സിസ്റ്റർ ടീച്ചറായിരുന്നു. ഇക്കൊല്ലം സിസ്റ്ററുടെ ജൂബിലി വർഷമാണ്. സിസ്റ്ററെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. സിസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്താവോ? സിസ്റ്ററെക്കുറിച്ച് ഒന്ന് ഞങ്ങളോട് പറയാവോ? ഞാൻ സിസ്റ്റർ ഫിൽസി, CMC കോൺഗ്രിഗേഷനിലെ മെമ്പറാണ്. ഞാനിപ്പോൾ കുറുപ്പമ്പടി മഠത്തിലാണ് ഉള്ളത്. ഇവിടെയായിരുന്നു എൻ്റെ ഫോർമേഷനും എല്ലാ കാര്യങ്ങളുമൊക്കെ. സിസ്റ്റർ ഞങ്ങൾ കേട്ടായിരുന്നു, സിസ്റ്റർ ചെറുപ്പത്തിലെ കോൺവെൻറ്റുകളിലേക്കൊക്കെ കത്ത് എഴുതുമായിരുന്നു സിസ്റ്റർ ആവാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ ചെറുപ്പത്തിലേ തൊട്ടേ സിസ്റ്റർ ആവണമെന്ന് ഉള്ളത് സിസ്റ്ററുടെ ഒരു അംബീഷനായിരുന്നു. അപ്പോൾ സിസ്റ്ററുടെ ദൈവവിളിയെക്കുറിച്ചൊന്ന് സംസാരിക്കാവോ? ഒരു LP സ്കൂളിൽ വെച്ച് ഇങ്ങനെ കോൺവെൻറ്റിൽ ചേരണമെന്നൊരാഗ്രഹം വന്നു. അതിനുശേഷം ഒരു മിഷനിൽ നിന്ന് ഒരു അച്ഛൻ വന്നിങ്ങനെ ഞങ്ങൾക്ക് ഈ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. അപ്പോൾ അച്ഛൻ അവിടുത്തെ ലൈഫിനെക്കുറിച്ചും അവിടുത്തെ പ്രവർത്തനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായി മിഷന് പോകണമെന്ന്. അങ്ങനെ ഞാൻ ഈ പ്രേക്ഷിത കേരളം കുഞ്ഞു മിഷനറിയൊക്കെ മാസികയിൽ വരുന്ന എല്ലാ അഡ്രസ്സും എഴുതിയെടുക്കും, ഈ വൊക്കേഷൻ പ്രൊമോട്ടേഴ്സ് ഇടുന്നത്. അത് കഴിഞ്ഞ് മാതാവിനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ 2-3 പേർക്ക് കോൺഗ്രിഗേഷൻ ഞാനിങ്ങനെ കത്തെഴുതി എനിക്ക് ആഗ്രഹമുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വെക്കേഷൻ വരുമ്പോൾ നേരിൽ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് 10ാം ക്ലാസ്സിൽ പഠനം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഒരു 7 പേരുണ്ടായിരുന്നു ഞങ്ങളൊരു ഗ്രൂപ്പ് കോൺവെൻറ്റിൽ ചേരാൻ വേണ്ടി. ഇവിടെയല്ല, വേറെ പല കോൺഗ്രിഗേഷനിലായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ടീച്ചർ സിസ്റ്റർ എന്നെ ഇവിടെ കൊണ്ടുവന്നു, ഇൻ്റർവ്യൂവിന് കൊണ്ടുവന്നു, ഇവിടെ ചേർത്തു. മാതാവിനോട് ഭക്തി ഉള്ളതുകൊണ്ട് CMCയിൽ വരാൻ പറ്റി. അതേസമയം പിന്നെ കോളേജ് പഠനം കഴിഞ്ഞപ്പോഴത്തേക്കും മിഷന് പോകാൻ വിളി കിട്ടി. സന്തോഷത്തോടെ ഞാൻ പോയി. പിന്നെ B.Ed കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ സ്കൂളിൽ അപ്പോയിൻമെൻറ്റ് വന്നപ്പോൾ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു. മധ്യപ്രദേശിലെ സത്നാഡ് ICS, അതിൽ റീവ എന്ന് പറയുന്നൊരു വലിയ പട്ടണം, അവിടുത്തെ സിറ്റിയാണ്. അപ്പോൾ അവിടെയായിരുന്നു. അവിടെ ഞങ്ങൾക്കൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്, പിന്നെ വില്ലേജിലൊക്കെ പോയി വർക്ക് ചെയ്യും. പിന്നെ ഉള്ളത് ബീഹാറായിരുന്നു. അന്ന് ഇങ്ങനെ അവിഭക്തമായിട്ടുള്ള ബീഹാറുണ്ടല്ലോ, ജാർഖണ്ഡ് തിരിയാത്ത. അപ്പോൾ അവിടെ ഗോഡ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെയും സ്കൂളിംഗ് ആണ്. പക്ഷേ ഈ ആദിവാസികളുടെ ഒത്തിരി സ്റ്റുഡൻസും ഉണ്ട്. നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുവന്ന് സ്കൂളിൽ ചേർക്കുന്നതാണ് അവർക്കൊരു ഉണർവ് കിട്ടാൻ വേണ്ടി. അപ്പോൾ വില്ലേജിൽ പോവുകയും ചെയ്യണം. അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിൽ മിഷനെക്കുറിച്ചൊരു സോഫ്റ്റ് കോർണർ ഞാൻ സൂക്ഷിക്കുന്ന ആളാണ്. അത്രയും താല്പര്യമാണ് മിഷൻ. പക്ഷേ അധികാരികൾ പറയുന്നതുകൊണ്ട് നമ്മൾ അതനുസരിക്കുന്നു. സിസ്റ്ററെ, ഈ മിഷനൊക്കെ ആയിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ ഒത്തിരി റൂറൽ ഏരിയാസിലൂടെയൊക്കെ നമുക്ക് പോകേണ്ടി വരുമല്ലോ. പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുന്നൊക്കെ സമയത്ത് എപ്പോഴേലും ഈശോയുടെ ഒരു സംരക്ഷണം അനുഭവിച്ച ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാവോ? ഗുജറാത്തിലാണ് ഞാൻ B.Ed ചെയ്യാൻ പോയത്, ആനന്ദ് നഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദീപാവലി ഹോളിഡേയ്സിന് തിരിച്ച് റീവായിൽ വന്നിട്ട് തിരിച്ചു പോവുക. അപ്പോൾ ഒരു ട്രെയിനിന് കയറി, അത് ഈ സൂററ്റ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ വരുമ്പോൾ അത് നിന്നിട്ട് പിന്നെ ഹൗറ എക്സ്പ്രസ് ബോംബെക്ക് പോകുന്നത്, അതിലെ ഒരു ബോഗി ഈ അഹമ്മദാബാദിന് പോകുന്ന ഒരു ബോഗിയുണ്ട്. അപ്പോൾ അത് അറ്റാച്ച് ചെയ്ത് അങ്ങനെ പോകും. അപ്പോൾ മറ്റേ ട്രെയിൻ വിട്ടു പോവുകയും ചെയ്യും. അങ്ങനെ ഒരു 11 മണിയായപ്പോൾ ഞാൻ രാത്രി ഈ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ അധികം വലിയ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ
ഒരു 12 മണി ആയപ്പോഴത്തേക്കും സകല മനുഷ്യരും പോയി കഴിഞ്ഞു. ആ സമയത്ത് ഈ വെയിറ്റ് കീപ്പർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങിക്കോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അതേസമയം എനിക്ക് ഹോസ്റ്റലിലും കോളേജിലും ഒക്കെ കൊടുക്കാനുള്ള നല്ലൊരു എമൗണ്ട് പൈസയൊക്കെ ഈ ബാഗിൽ ഇരിപ്പുണ്ട്. ഞാനിങ്ങനെ വാതോരാതെ നിന്നോണം കൊന്തയില്ലു കേട്ടോ, മാതാവെ എന്നെ സംരക്ഷിച്ചോണം നിൻ്റെ കാപ്പിയുടെ കീഴിൽ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്നൊന്നും ഈ ഗാന്ധിജിയുടെ നാട്ടിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരു പ്രശ്നമില്ല. ആ ഒരു ധൈര്യം എനിക്കുണ്ട്. പക്ഷേ ഇവൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഉറങ്ങിക്കോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് പുറത്തെ ലൈറ്റെല്ലാം അവൻ ഓഫ് ചെയ്തു. അപ്പോഴത്തേക്കും എനിക്ക് പേടി കൂടി. അപ്പം ഞാൻ ഈ ബാഗും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ ആണുങ്ങളുടെ വെയിറ്റിംഗ് റൂമിൽ ലൈറ്റും ഉണ്ട്, ശബ്ദവും കേൾക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് നടന്നപ്പോൾ ഒരു 5-6 പേരിരുന്ന് ചീട്ട് കളിക്കുക. അപ്പോൾ ഞാൻ ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ പോയി ഒരു സിമെൻറ്റ് ബെഞ്ചിലിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ അപ്പോഴത്തേക്കും എൻ്റെ കൊന്തയ്ക്ക് സ്പീഡ് കൂടി. എന്നിട്ട് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരാളെ എന്നോട് ചോദിച്ചു, സിസ്റ്റർ എങ്ങോട്ട് പോകാനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ ബോഗിയെ കിട്ടാൻ വേണ്ടി. അത് സിസ്റ്ററിന് ഒരു കാലത്തും കിട്ടാൻ പോകുന്നില്ല, കാരണം അവിടുന്ന് നിറഞ്ഞ ആൾ വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഇത് തുറക്കുകയൊന്നുമില്ല, വാതിൽ തുറക്കുകയില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയായി, ഇനി എന്നാ ചെയ്യുന്നതെന്ന് എഴുതി. അപ്പോൾ ഞാൻ ചോദിച്ചു, വേറെ ട്രെയിനൊന്നുമില്ല എന്ന് ചോദിച്ചു. ഞങ്ങളൊരു പാസഞ്ചറിന് പോകാനായിരിക്കുന്നത് അഹമ്മദാബാദിന്, സിസ്റ്ററിന് പറ്റുമെങ്കിൽ അതിൽ കയറിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 2:30 ആയപ്പോഴത്തേക്കും പാസഞ്ചർ വന്നു. അപ്പോൾ അവർ പറഞ്ഞു, സിസ്റ്റർ ട്രെയിൻ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു, ഒരു 2 രൂപ തന്നാൽ മതി, ഞാനൊരു സീറ്റ് പിടിച്ചു തരാമെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ മനസ്സിൽ 2 അല്ല 20 കൊടുത്താലും വേണ്ടിയില്ല, ഒരു സീറ്റ് കിട്ടണമെന്നേ ഉള്ളൂ. ഇയാൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ ബാഗും മേടിച്ചുകൊണ്ട് ഇങ്ങനെ ട്രെയിനിൻ്റെ അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും, ഇങ്ങനെ അയാളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ അതിൻ്റെ പുറകെ, ബാഗ് അയാളുടെ കയ്യിലും. എന്നിട്ട് ഒരു 2ാമത്തെ ട്രിപ്പ് ഞാനിങ്ങ് വന്നപ്പോഴത്തേക്കും ഒരു ഒത്ത മനുഷ്യൻ, സുന്ദരനായ ഒരു മനുഷ്യൻ, നല്ല വെളുത്ത ഡ്രസ്സും ഒക്കെ ഇട്ട്. അതിന് മുമ്പൊക്കെ ഓടിപ്പോയി ഒന്നും ഞാൻ കണ്ടില്ല. വൈ ആർ യു റണ്ണിങ് അപ്പ് ആൻഡ് ഡൗൺ സിസ്റ്റർ എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ ആ വേഗത്തിൽ പറഞ്ഞു, ഐ വാണ്ട് ടു ഗെറ്റ് ഇൻസൈഡ് ദ ട്രെയിൻ എന്ന് പറഞ്ഞു. വേഗം അയാൾ ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ആ ബാഗും മേടിച്ച് കം സിസ്റ്റർ എന്നും പറഞ്ഞ് വിളിച്ച് ട്രെയിനിലേക്ക് കയറി. അതിൻ്റെ ഇയാൾ തന്നെ മുകളിലത്തെ ബർത്തിൽ കിടന്ന മനുഷ്യനോട് ടിക്കറ്റ് എവിടെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ TTR ആയിരിക്കും എന്നാണ് ഞാൻ ഓർത്തത്. അയാളുടെ കയ്യിലൊരു സാധനവും ഇല്ല. അതിൻ്റെ അപ്പോൾ അയാൾ ഇത് ടിക്കറ്റ് ഇല്ലാതെ കൊണ്ട് കയറി യാത്ര ചെയ്യുന്നു, കള്ളവണ്ടിയിൽ കയറും പോലെ എന്നും പറഞ്ഞ് ഇയാൾ വഴക്കും പറഞ്ഞ് ഇറക്കിയിട്ട് എൻ്റെ ബാഗ് തുറന്ന് മുകളിൽ ഷീറ്റ് വെച്ചിട്ടുണ്ട്, ഞാൻ ബെഡേൽ അല്ല ട്രെയിനിൽ കിടക്കാൻ വേണ്ടി. അതെടുത്ത് അയാൾ തന്നെ വിരിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്റർ കയറുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരിക്കലും ഒത്തിരി യാത്ര ചെയ്തെങ്കിലും ഞാൻ ഈ 3ാമത്തെ ബർത്തിൽ ഒരിക്കലും കയറാറില്ല. പക്ഷേ 2ാം കുഞ്ഞ് കയറുമ്പോൾ ഞാൻ കയറി. അത് കഴിഞ്ഞ് ഇയാൾ വീണ്ടും എൻ്റെ ഷോൾ എടുത്ത് എന്നെ പൊതിപ്പിച്ചു. എന്നിട്ട് കിടന്നോളാൻ പറഞ്ഞു, സ്ലീപ്പ് വെൽ, ഗോഡ് ബ്ലെസ് യു എന്നും പറഞ്ഞ് ഇങ്ങനെ ഒന്ന് തട്ടി. അപ്പോൾ താങ്ക് യു സാർ എന്ന് പറയാൻ നോക്കിയപ്പോൾ ആളെ കാണാനില്ല. ആ നിമിഷം പിന്നെ കണ്ടിട്ടില്ല. പക്ഷെ ഇന്നും എൻ്റെ മനസ്സിൽ അതെനിക്ക് വല്ലാത്തൊരു ഇതായി. മാതാവിനോട് പ്രാർത്ഥിച്ച്, അത് ഈശോ തന്നെയാണ് എൻ്റെ വിചാരം മുഴുവനും. ഇന്നും ഈശോയുടെ ഒരു ഇഷ്ടരൂപം കാണാൻ പറഞ്ഞ് ഈ ധ്യാനത്തിനൊക്കെ പറയുമ്പം എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് അതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു അനുഭവം എന്നാന്ന് ചോദിച്ചാൽ, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മാതാവ് ഒരിക്കലും കൈവിടില്ല എന്നുള്ളൊരു വല്ലാത്ത വിശ്വാസം എനിക്ക് വന്നു. അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്കൊക്കെ ഈ മാതാവിനോടുള്ള ഭക്തി വളർത്താനും കൊന്ത ചൊല്ലാനും ഒക്കെ ഞാൻ ഒത്തിരി പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുമായിട്ട് ഇത്രയും സമയം മാറ്റി വെച്ചതിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. തിരഞ്ഞെടുപ്പ് വ്യത്യസ്ത രീതികളിലായിരിക്കാം. വിളിയോട് പ്രത്യുത്തരിച്ചാൽ ദൈവം ഏത് പ്രതികൂല സാഹചര്യത്തിലും താങ്ങിക്കൊള്ളും. ഈ വിളിയോട് ധീരമായി പ്രതികരിച്ച എല്ലാ സന്യസ്തരും ദൈവകരങ്ങളിൽ സുരക്ഷിതരായിരിക്കാൻ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.